മതസൗഹാർദ്ദത്തിന്റെ വലിയ ഉദാഹരണമാണ് സത്യൻ വർക്കല. അബുദാബിയിലും അലൈനിലും മുഴങ്ങിക്കേൾക്കുന്ന ബാങ്ക് വിളികൾക്ക് പിന്നിലെ സത്യന്റെ കരസ്പർശത്തെക്കുറിച്ചാണ് ഇനിയുള്ള ഗൾഫ് ടൈമിൽ. പത്ത് വർഷം മുമ്പാണ് സമഗ്രമായ ദൗത്യം സത്യനെ തേടിയെത്തിയത്. UAE തലസ്ഥാനമായ അബുദാബിയിലെ 3000-ഓളം പള്ളികളെ സാറ്റലൈറ്റ് സംവിധാനവുമായി ബന്ധപ്പെടുത്തി ബാങ്ക് വിളി ഒരേ സമയത്ത് മുഴക്കുക എന്ന വെല്ലുവിളിയാണ് സത്യൻ ഏറ്റെടുത്തത്. ഏറെ പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ 1.5 വർഷം കൊണ്ടാണ് UAE വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഈ വർക്കലക്കാരൻ ലക്ഷ്യം കൈവരിച്ചത്. അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിലെ ബാങ്ക് വിളിക്ക് പിന്നിലെ മലയാളിയെ കണ്ടെത്തിയതും മാതൃഭൂമി ന്യൂസ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ ബാങ്ക് വിളിയും സത്യൻ തയ്യാറാക്കിയ സാറ്റലൈറ്റ് സംവിധാനത്തിലുണ്ട്. 1970-ൽ ലോഞ്ചിൽ കയറിയാണ് സത്യൻ UAE-ലെത്തുന്നത്. റേഡിയോ ജീവിതമാണ് സത്യനെ ഇത്തരം കാര്യങ്ങളിൽ പ്രഗത്ഭനാക്കിയത്. 3 കേന്ദ്രങ്ങളിലായിട്ട് അബുദാബിയിലെ ഒരു പള്ളി, അലയിലൊരു പള്ളി, ലിവായിലൊരു പള്ളി, 3 ടൈം വ്യത്യാസമുള്ളതുകൊണ്ട് സെൻട്രലൈസ് ചെയ്തുകൊണ്ടാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അത് 2006 സെപ്റ്റംബറോട് തീർന്ന് ഇനാഗുറേഷൻ നടന്നു. ഇന്നും വളരെ സക്സസ് ആയിട്ട് നടന്നു പോകുന്നതാണ് അറിയുന്നത്. തുടക്കം അബുദാബി റേഡിയോയിലായിരുന്നു, പിന്നെ ഗൾഫ് ന്യൂസ് റേഡിയോയിലും. UAE റേഡിയോയിലൂടെ ആദ്യമായി മലയാളം മുഴക്കിയവരിൽ പ്രധാനിയായിരുന്നു സത്യൻ. 71-ാം വയസ്സിലും UAE ഒട്ടുമിക്ക റേഡിയോ സ്റ്റേഷനുകളിലെയും സാങ്കേതിക വിദ്യകളിൽ ഇപ്പോഴും സത്യന്റെ കരസ്പർശമുണ്ടെന്നതാണ് അത്ഭുതം. 1970-ലാണ് ഇവിടെ അബുദാബിയിൽ വന്നിറങ്ങുന്നത്. അന്ന് അബുദാബി റേഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നു. ക്രമേണ അത് ഇവിടെ UAE ഫോം ചെയ്തതിന് ശേഷം മൊത്തം ധാരാളം സ്റ്റേഷനുകൾ, ആദ്യം AM ആയിരുന്നു, പിന്നെ FM സ്റ്റേഷൻസ് ധാരാളം, മലയാളം തന്നെ കൊടുക്കുന്ന 7 FM സ്റ്റേഷൻ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, UAE-ലുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ധാരാളം സ്റ്റുഡിയോകൾ ബന്ധപ്പെട്ട് ധാരാളം സ്റ്റുഡിയോകളിൽ ഞാൻ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സാങ്കേതിക രംഗത്തും കലാരംഗത്തും സാംസ്കാരിക രംഗത്തും ഒരുപോലെ മികവ് തെളിയിച്ച ഇദ്ദേഹം 15ഓളം മലയാള സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട്. തന്റെ 44 വർഷത്തെ പ്രവാസ ചരിത്രം ഉൾപ്പെടെ ഒപ്പിയെടുത്ത ഒരു പുസ്തകം എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് സത്യൻ ഇപ്പോൾ. സമീർ കല്ലറ, മാതൃഭൂമി ന്യൂസ്, അബുദാബി.